Good afternoon. Good afternoon, Miss. Good afternoon. നമ്മളെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയാൻ വേണ്ടി ഞാൻ കയറിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ട്രീസ മാം കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, നമ്മൾ ആംബുലൻസ് സർവീസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ആൻസർ നമ്മളത് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു അല്ലേ? നോട്ട്ബുക്ക് ഒന്ന് വേഗം എടുത്തേ. നിങ്ങൾ ആൻസർ ചെയ്തായിരുന്നോ? ആൻസേഴ്സ് ഒക്കെ ചെയ്തായിരുന്നു അതിന്റെ നമ്മൾ അന്ന് ലാസ്റ്റ് ചാപ്റ്റർ ആംബുലൻസ് സർവീസ് എടുത്തത്. ഓക്കെ, എന്നാ ബുക്ക് ഒന്ന് വേഗം എടുക്കുക കേട്ടോ. ഓക്കെ, ആരാ ഒന്ന് റീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്? ഓക്കെ, ആരാ റീഡ് ചെയ്യാ? ഓക്കെ, ബിന്ദു രാജീവ്. ഓക്കെ, ഒന്ന് ക്വസ്റ്റ്യൻസും വായിക്കാം, അതിന്റെ ആൻസർ പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും ബുക്കൊക്കെ എടുത്ത് ഒന്ന് നമ്മൾ എഴുതിയ ആൻസർ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Dash is a medically arranged vehicle which transport patients to treatment facilities such as hospitals. Okay, dash is a medically arranged vehicle which transport patient to treatment facility. ഏതാണ്? Ambulance. Okay, very good. Ambulance. Correct അല്ല എല്ലാവർക്കും? Okay. Expand EMS. Okay, expand EMS. Emergency medical services. Okay, emergency medical services. Answer correct ആണോ എന്ന് നോക്കാം കേട്ടോ. കറക്റ്റ് അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. Emergency medical services. Okay, third question. The term ambulance comes from the Latin word. Latin word dash. Like the term ambulance comes from the Latin word dash. ഏത് word ആണ്? Ambulare. Ambulare. അല്ലെ? AMBULARE. Okay. The Next. most usual mode of ambulance which gives care to patients with a critical ill or injury. Okay. The most usual mode of ambulance which gives care to patient with a critical illness or injury. ഏതാ? Emergency care ambulance. എമർജൻസി ആംബുലൻസ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ക്രിട്ടിക്കൽ ഇൽനസ് എന്ന് തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഇൽനസ് ഇതാണ് എമർജൻസി ആംബുലൻസ്. Fifth question. In which of the following types of ambulance is used to transporting patients to from or between location of medical treatment for non-urgent care? For non-urgent care തന്നിട്ടുണ്ട് അല്ലെ? അതിന്റെ ഓപ്ഷൻസ് സൈക്യാട്രിക് ആംബുലൻസ്, എമർജൻസി ആംബുലൻസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, നൺ ഓഫ് ദ എബോവ് ആയിരുന്നു. ഏത് ആൻസർ? Patient transport ambulance. ഓക്കെ, വെരി ഗുഡ്. നോൺ അർജന്റ് കെയർ. ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും പിന്നെ നമുക്കറിയാം, ഓൾറെഡി അറിയാം അപ്പൊ അടുത്ത ആഴ്ച ഇന്ന ദിവസം പോണെന്ന്. അത് നമ്മൾ മുൻകൂട്ടി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അത് അർജന്റ് ഒന്നും അല്ല, ഓൾറെഡി അത് നമുക്കറിയാം, ഫിക്സ്ഡ് ആണത്. നോൺ അർജന്റ് കെയറിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the following ambulance is used to transport extremely overweight patients? Okay, extremely overweight patients. Overweight ആയിട്ടുള്ള പേഷ്യൻസിന് പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആംബുലൻസ് ഏതാണ്? Bariatric ambulance. Okay, bariatric ambulance. Okay. Next one. Psychiatric ambulance is committed to treat dash. Psychiatric ambulance committed to treat dash. Psychiatric emergencies or psychiatric patients. Next question. Based on the level of care, road ambulance type of can be road ambulance classified into dash. അങ്ങനെയല്ല തന്നേക്കുന്നത്. Based on the level of care, road ambulance classified into dash. എത്ര ടൈപ്പ് ആയിട്ടാണ് എന്നാണ് ചോദിച്ചത്. എത്ര ടൈപ്പ് ഉണ്ട്?
4. 4 ടൈപ്സ് ഏതൊക്കെയായിരുന്നു? എമർജൻസി ആംബുലൻസ്, ടൈപ്പ് എ, ടൈപ്പ് ബി, അങ്ങനെയല്ലേ? ടൈപ്പ് എ. based on the level of care. ശ്രദ്ധിക്കുക, based on the level of care അനുസരിച്ച് റോഡ് ആംബുലൻസിനെ നമുക്ക് 4 ടൈപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ടൈപ്പ് എ എന്ന് പറഞ്ഞ ഏത്? മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ, അതൊക്കെ അതിന്റെ ഒപ്പം നോക്കണം. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ടൈപ്പ് ഡി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതും എക്സാമിന് ചോദിക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, എന്നിട്ട് ഈ ഓപ്ഷൻസ് തരും. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഡി ആംബുലൻസ് ആണ് കേട്ടോ. അപ്പൊ അതും കൂടി അതിന്റെ ഒപ്പം പഠിച്ചു നോക്കാം. ഓരോ ടൈപ്പ് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഒപ്പം ഉള്ളത് കൂടി പഠിക്കാം. ടൈപ്പ് ഡി അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇവിടെ ചോദിച്ചേക്കുന്ന ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ആൻസർ ഏതാണ്? ടൈപ്പ് സി. ടൈപ്പ് സി. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A machine used to resume the heart. Defibrillator. ഓക്കെ, വെരി ഗുഡ്. ഹാർട്ട് പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഡിഫിബ്രിലേറ്റർ. അത് ബാക്കിയുള്ളതും കൂടി നിങ്ങൾ നോക്കിക്കോളണം കേട്ടോ. അപ്പൊ നമ്മൾ അതിനകത്ത് കുറെ പറഞ്ഞു. പൾസ് ഓക്സിമീറ്റർ യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്, അത് പൾസ് ഓക്സിമീറ്റർ. പിന്നെ അതുപോലെ തന്നെ നെബുലൈസർ, അതൊക്കെ നോക്കാം കേട്ടോ. യൂസ്ഡ് ടു കീപ് ദ ചെക്ക് ഓൺ ദ ഹാർട്ട് റേറ്റ്, ECG മെഷീൻ, അതും കൂടി അതിന്റെ ഒപ്പം നിങ്ങൾ നോക്കി പോവുക. നെക്സ്റ്റ് വൺ, Expand CPR. CPR, Cardiac pulmonary resuscitation. Resuscitation, cardiopulmonary resuscitation, CPR. Next one. The first responder job is to give dash. The first responder job is to dash. എന്ത് ചെയ്യാണ്? Early critical care such as CPR or AED. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതിനകത്ത് നമുക്ക് ഓപ്ഷൻസ് നോക്കണം. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ഫസ്റ്റ് റെസ്പോണ്ടർ ജോബ് ഈസ് ടു ഗീവ് ഡാഷ്. അപ്പൊ ഓപ്ഷൻ നോക്കിയിടുക. ഏർലി ക്രിട്ടിക്കൽ കെയർ, അങ്ങനെയാണ് അതിനകത്ത് നമുക്ക് കറക്റ്റ് കിടക്കണമെങ്കിൽ അത് എഴുതാം. ഇനി നമ്മൾ CPR ഒക്കെ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അതേ രീതിയിൽ എഴുതാം. CPR, ടു ഗീവ് CPR, അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ എങ്കിൽ അത് കൊടുക്കുക കേട്ടോ. അത് രണ്ടും നോക്കിയിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. ഫസ്റ്റ് റെസ്പോണ്ടർ ജോബ് ഈസ് ടു ഗീവ് ഏർലി ക്രിട്ടിക്കൽ കെയർ. ഓക്കെ, നെക്സ്റ്റ് വൺ. Emergency care assistant is to help dash. Hello. ഓക്കെ, ഞാൻ പോയിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ നെറ്റിന്റെ എന്തോ ഒരു പ്രശ്നമാണോ തോന്നുന്നു, ജസ്റ്റ് കട്ടായി പോയതാ. നമ്മള് ലാസ്റ്റ് ക്വസ്റ്റിന് എത്രയാ പറഞ്ഞത്? നമ്മള് എത്രയാ ഇവിടെ പറയാ? മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്, അത് പറഞ്ഞല്ലേ? ഡിഫിബ്രിലേറ്റർ പറഞ്ഞു.
ഓക്കെ. പിന്നെ അടുത്തത് CPR പറഞ്ഞു. പിന്നെ ഏതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ പറഞ്ഞു. ഓക്കെ, ലാസ്റ്റ് വായിച്ചത് ഫസ്റ്റ് റെസ്പോണ്ടർ ജോബ് ഈസ് ടു ഗിവ് early critical care. ഓക്കെ, നെക്സ്റ്റ് വൺ. എമർജൻസി കെയർ അസിസ്റ്റന്റ് ഈസ് ടു ഹെൽപ്പ് ഡാഷ്. എമർജൻസി കെയർ അസിസ്റ്റന്റ് ഈസ് ടു ഹെൽപ്പ് ഡാഷ്. To help the technician and paramedic. To help the technician and paramedics. ടെക്നീഷ്യനെ പാരാമെഡിക്സിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. പേരിൽ നിന്ന് തന്നെ അറിയാം. എമർജൻസി കെയർ അസിസ്റ്റന്റ് ജോബ് ഈസ് ടു ഹെൽപ്പ് ദ ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. ഓക്കെ, ഇനി Nurses may also work on ambulance for dash transport. Nurses may also work on ambulance for dash transport. ഏത് ഇതില വേണമെന്നാ പറഞ്ഞേ? Critical care transport. ക്രിട്ടിക്കൽ കെയർ ആംബുലൻസിൽ ട്രാൻസ്പോർട്ട് ആ ഒരു ഇതിന്റെ നേഴ്സസ് നിർബന്ധമായി വേണം. നമ്മൾ പറഞ്ഞില്ല, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഒക്കെ വരുമ്പോ ആ ഒരു പേഷ്യൻസിനെ കൊണ്ടുപോകാൻ നേഴ്സസ് നിർബന്ധമായിട്ടും വേണം. നെക്സ്റ്റ്, Last question. A person who reaches first at the scene of an incident. A person who reaches the first at the scene of an incident. First responder. Okay, first responder. Okay, ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായിരുന്നല്ലോ. അതെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മള് മോക്ക് ടെസ്റ്റിലും തന്നിട്ടുണ്ട്. എല്ലാവരും എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങിയോ? അതെയോ ഇനി നാളെ മുതൽ പഠിക്കാനിരിക്കുവാണോ? പഠിച്ചു തുടങ്ങിയോ എക്സാമിന് വേണ്ടി? ഓക്കെ, അപ്പൊ നാളെ എന്താ പറയാ, ഇന്നും കൂടിയല്ലേ നിങ്ങക്ക് ക്ലാസ് പറഞ്ഞിട്ടുള്ളൂ. നാളെ മുതൽ സ്റ്റഡി ലീവ് അല്ലേ പറഞ്ഞേക്കുന്നേ? അപ്പൊ എന്താ ചെയ്യാ, 10:30 മുതൽ ഇതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ രാവിലെ നമ്മൾ 2 മണിക്കൂർ ക്ലാസ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. 10:30 മുതൽ 12:30 വരെ നമുക്ക് ക്ലാസ്സിൽ ഓൾറെഡി നിങ്ങൾ ഇരിക്കുന്നയാ. അതേപോലെ തന്നെ അത് ആ ടൈം ടേബിൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ആ ഒരു സമയം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാതിരിക്കുക കേട്ടോ. ലാസ്റ്റ് ദിവസമൊക്കെ ഇരുന്ന് ഉറക്കളച്ചിരുന്ന് പഠിക്കണ്ട. അപ്പൊ നമ്മളിപ്പോ സാധാരണ നമ്മൾ എന്തായാലും മറ്റുള്ള ജോലിയൊക്കെ മാറ്റി വെച്ച് ഈ ടൈമിൽ നിങ്ങൾ ഓൾറെഡി ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് ആണെങ്കിലും നിങ്ങൾ 2:30 മുതൽ 1:30 മുതൽ 3:30 വരെ 2 മണിക്കൂർ ക്ലാസ്സിൽ ഓൾറെഡി ഇരിക്കുന്നതാണ്. അതേ ഒരു സീരിയസ് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന ആ സമയം പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ മറ്റുള്ള ജോലി നമ്മൾ ക്ലാസ്സിലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പഠിച്ചിരിക്കരുത്. നമ്മൾ മറ്റുള്ള ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിപ്പോ എക്സാം ആണ്, അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മളിപ്പോ ക്ലാസ്സിലിരിക്കുന്ന ടൈം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ വൈകുന്നേരം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ചെയ്യുക. നാളെ മുതൽ പഠിക്കാനായിട്ട് ഇരിക്കുക. എത്ര മണിക്കൂർ നമ്മൾ പഠിക്കും എന്നൊക്കെ നോക്കാം. പിന്നെ എക്സാം എന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഓൾറെഡി ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തി ഒന്ന് എഴുതിയാൽ മതി. ഇതായിട്ട് ഞങ്ങൾ ഡെഫിനിഷനോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്ററും ഉണ്ടാവും എക്സാമിന്. നിങ്ങൾക്ക് ആ പേപ്പർ തിരിച്ചു തന്നിട്ടുണ്ടല്ലോ, ഓരോ പേപ്പറിലുള്ള ചാപ്റ്റേഴ്സ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളില് എന്റെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാപ്റ്റർ ഏതാണ്? ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലും. ആ 2 ചാപ്റ്റർ മാത്രമേ നമ്മുടെ വരുന്നുള്ളൂ ഫസ്റ്റ് മൊഡ്യൂളില്, 2 ചാപ്റ്റർ. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിലാണ് നമുക്ക് ഇച്ചിരി ചാപ്റ്ററുകൾ കൂടുതൽ. എവിടെ ബ്ലഡ് ബാങ്ക് മുതലുള്ള ചാപ്റ്റേഴ്സ് വരും. ബ്ലഡ് ബാങ്ക് ഉണ്ട്, CSST ഉണ്ട്, റേഡിയോളജി ഉണ്ട്, ഡയറ്ററി സർവീസ്, ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, ആംബുലൻസ് സർവീസ്. ഇങ്ങനെ എത്ര ചാപ്റ്റർ? 6 ചാപ്റ്റർ, 8 ചാപ്റ്റർ അല്ലെ? 8 ചാപ്റ്റർ അല്ലേ വരുന്നത്? പിന്നെ നമ്മള് 7 ചാപ്റ്റർ, 7ഉം പിന്നെ അവിടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി. 3 ചാപ്റ്റർ അല്ലേ? 6, 7 ചാപ്റ്റർ അല്ലേ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നേ അല്ലേ? ഓക്കെ, 7 ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളിലെ, ഫസ്റ്റ് മൊഡ്യൂളിലെ 2 ചാപ്റ്റർ, അങ്ങനെ 9 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്. എന്റെ ഒരു പോർഷൻ കേട്ടോ. അതുപോലെ എല്ലാ ടീച്ചേഴ്സിനും നിങ്ങൾക്ക് മൊഡ്യൂൾ തിരിച്ചു തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം എക്സാമിന് വേണ്ടിയിട്ട് കേട്ടോ. നിഷ മാമിന്റെ ഫാർമസി കംപ്ലീറ്റ് ആയല്ലോ, കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ ട്രീസർ മാമിന്റെ എന്തോ ലബോറട്ടറിയുടെ 1-2 പേജറ്റേ ഉള്ളൂ എന്നാ മിസ് പറഞ്ഞത്. അതിപ്പോ ഞാനിപ്പോ ഇറങ്ങുവാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ എഴുതിയോ? നിങ്ങൾക്ക് അത് ഏതെങ്കിലും സംശയം ഉണ്ടോ, ഏതെങ്കിലും ആൻസർ കിട്ടാത്തുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കയറിയതാണ്. ട്രീസർ മാം അവിടെ വെയിറ്റിംഗ് ആണ്. മാം വരും, നിങ്ങൾക്ക് അത് ബാക്കിയുള്ളതും കൂടി എടുത്തു തരും. അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ,
ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാവർക്കും എക്സാം ഒക്കെ എളുപ്പമാവട്ടേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാം ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ചെയ്യണം കേട്ടോ. എന്താണ് നമുക്ക് അറിയണേ, എക്സാം എന്ന് പറഞ്ഞിട്ടാണോ ഒരു കരച്ചിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ? ക്ലാസ് തീർന്നതിന്റെ ആണോ? ഇനി വരും, നമുക്ക് തേർഡ് ഫോർത്ത് മൊഡ്യൂൾ വരുമല്ലോ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി തേർഡ് നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. തേർഡ് ഫോർത്തും കൂടി ഉണ്ടല്ലോ നിങ്ങൾക്ക് വരുന്നതായിട്ട്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മുടെ എല്ലാ ചാപ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് മൊഡ്യൂളിൽ എത്ര 13 ചാപ്റ്റർ ഉണ്ടായിരുന്നു, സെക്കൻഡ് മൊഡ്യൂളിൽ 15 ചാപ്റ്റർ അല്ലെ. അപ്പൊ അത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും എല്ലാ വിഷയവും പഠിക്കണം, എല്ലാ മിസ്സുമാർക്കടെയും നമ്മൾ ആ ടൈം ടേബിൾ അനുസരിച്ച് കറക്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾ ഓക്കെ, നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിരുന്ന സ്റ്റഡി ലീവിൽ ആ ടൈമിനുള്ളിൽ തന്നെ മൊത്തം പഠിച്ചു കഴിയും. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, അവസാനത്ത് മാത്രമാണ് നമ്മൾ ടെസ്റ്റ് പേപ്പർ എടുത്തിട്ടില്ല. മറ്റേത് പിന്നെ ഓൾറെഡി ടെസ്റ്റ് പേപ്പർ എടുത്തുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതൊക്കെ എളുപ്പമല്ലേ? ബ്ലഡ് ബാങ്ക്, C60, റേഡിയോളജി, ഡയാലിസിസ്, ഇതൊക്കെ എളുപ്പമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ലാസ്റ്റ് 1-2 ചാപ്റ്റർ മാത്രമായിരിക്കും നമ്മൾ ആ ടെസ്റ്റ് പേപ്പർ ഇടാത്തതുകൊണ്ട് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, ചിലർ പഠിച്ചിട്ടുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പോർഷൻസ് ഒക്കെ എളുപ്പമല്ല എല്ലാവർക്കും ഒക്കെ. ഇനി ഇരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, ആരും ഒന്നും ഇല്ലാത്തെ? മൊഡ്യൂള് തീർന്നു പോയതിന്റെ സങ്കടമാണോ അതോ എക്സാമിന്റെ ആണോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ തൊട്ട് ഇന്നത്തെ ബാച്ച് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് തേഴ്സ്ഡേ ആയിരുന്നു എക്സാം, ഓണത്തിന് മുന്നേ ആയിരുന്നു അവരുടെ എക്സാം. നിങ്ങൾ അവർ തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ല, അവർക്കുടെ എക്സാം കുഴപ്പമില്ലായിരുന്നു, എല്ലാവർക്കും എളുപ്പമായിരുന്നു. അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ആ ഫസ്റ്റ് എക്സാം എഴുതുന്നതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇന്ന് ഞാൻ ലീവ് ചെയ്തോട്ടെ. മിസ് ട്രീസ മാം അവിടെ ഉണ്ട്, എന്നെ കഴിഞ്ഞിട്ട് മിസ് എത്താന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കാം കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് ഇരുന്ന് വായിക്കാം, നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേഗമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർത്ത് എഴുതാൻ പറ്റണേ, നല്ല രീതിയിൽ എഴുതാൻ പറ്റണേ. ഓക്കെ, ഇന്ന് ഞാൻ ലീവ് ചെയ്തോട്ടെ. ഓക്കെ, വേറെ താങ്ക് യു മിസ്. എല്ലാ ചാപ്റ്റേഴ്സും വായിച്ചൊക്കെ എന്ന് പഠിക്കാം. ഇപ്പൊ ഈ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചത് ബിന്ദു രാജി എന്ന് പറഞ്ഞ, എന്താ ശരിക്കും പേരെന്തായിരുന്നു? ബിന്ദു രാജി തന്നെ പേര്. അതെ അല്ലെ, എനിക്കൊരു സൗണ്ട് കേട്ടിട്ടേ നല്ല ചേച്ചി ചെറിയൊരു സൗണ്ട് പോലെ തോന്നി, അതുകൊണ്ട്. ഓക്കെ, നമ്മള് ഇപ്പോഴാണെങ്കിലും നമ്മള് ക്ലാസ്സിൽ അധികം നമുക്ക് സംസാരിക്കാനുള്ള ടൈമും ഇല്ല. നമ്മുടെ പോർഷൻസ് വേഗം തീർക്കുക, നിങ്ങൾക്ക് എക്സാം ഇടുക. നമ്മുടെ ഇത് വേഗം തീർന്നാലാണല്ലോ നിങ്ങൾക്ക് വേഗം എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി വേഗം ജോലിക്ക് വേഗം കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും ഈ കിടന്ന് പാടുവിടുന്നത്. ഓക്കെ, വേഗം നമ്മുടെ പോർഷൻസ് തീർക്കാം. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെ പേഴ്സണൽ ആയിട്ട് നമുക്ക് അധികം പരിചയപ്പെടാനുള്ള ടൈമില്ല. നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും ഓൾറെഡി അറിഞ്ഞേനെ. നമ്മൾ അങ്ങനെ അതുകൊണ്ട് എന്നാലും എല്ലാവരുടെയും കൂടെ എന്റെ പ്രാർത്ഥന ഉണ്ടാവും. ഓക്കെ, എന്നാ മിസ് ജോയിൻ ചെയ്യൂ കേട്ടോ. ക്യാച്ച് പോവല്ലേ, മിസ് പോരും. ഓക്കെ, ബൈ. താങ്ക് യു.